നമസ്കാരം. മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. മലയാള സിനിമയെ സംബന്ധിച്ച് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നടിയുടെ ലൈംഗിക അതിക്രമ പരാതിയിൽ നടൻ ജയസൂര്യക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് തന്നെയാണ് കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ വെച്ചുള്ള സിനിമാ ചിത്രീകരണത്തിനിടെ ശുചിമുറിയുടെ സമീപത്ത് വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് നടിയുടെ പരാതി. ഇന്നലെ കൊച്ചിയിൽ നടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉടൻ കൈമാറുമെന്നും IPC 354, 354A, 509 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ലൈംഗിക അതിക്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പം ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന് മുമ്പാകെ 7 പേർക്കെതിരെയാണ് നടിയുടെ പരാതി. ഈ പരാതികളിൽ ആദ്യത്തെ കേസാണിത്. നടിയുടെ ആലുവയിലെ വീട്ടിലെത്തി പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട DIG അജിത ബീഗവും G പൂങ്കുഴലിയും അടക്കമുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു മൊഴിയെടുക്കൽ. നടിയുടെ പരാതിയിൽ ഇടവേള ബാബു, മണിയമ്പിള്ള രാജു എന്നിവരടക്കമുള്ളവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. സംഭവം നടന്ന അതത് പോലീസ് സ്റ്റേഷനുകളാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ അതേസമയം ഈ ജയസൂര്യയുടെ യുവതാരങ്ങളിൽപ്പെട്ട ജയസൂര്യയുടെ പേര് പുറത്തു വന്നത് വളരെയധികം ആരാധകർക്കൊക്കെ ഞെട്ടലുണ്ടാക്കിയൊരു സംഭവം തന്നെയായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പേര് പുറത്തു വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ജയസൂര്യയുടെ പേര് പുറത്തു വന്നപ്പോൾ പ്രേക്ഷകർ ഒന്നടങ്കം പറഞ്ഞത്. ഇപ്പോൾ ആരാധകർ ചോദിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന കമൻറ്റുകളിൽ പലതും ജയസൂര്യയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചുകൊണ്ടാണ്. ജയസൂര്യയുടെ കുടുംബത്തിൽ നിന്നും വളരെയധികം വലിയ പൊട്ടിത്തെറി ഉണ്ടായെന്നൊക്കെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. സരിത ഇതെങ്ങനെ കൈകാര്യം ചെയ്യും? ജയസൂര്യ ജാമ്യമില്ലാ വകുപ്പാണ് ജയസൂര്യക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് അറസ്റ്റ് ഉണ്ടാകുമോ? ആ അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ കുടുംബം ഇതെങ്ങനെ പ്രതികരിക്കും എന്നൊക്കെയുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പുരോഗമിക്കുകയാണ്. കാരണം ജയസൂര്യയുടെ കുടുംബം എന്ന് പറയുന്നത് വളരെ പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബം തന്നെയാണ്. കാരണം ജയസൂര്യയുടെ ഭാര്യ സരിത എന്ന് പറയുന്ന ഒരു ബൊട്ടീക്കുണ്ട്. അതൊക്കെ വളരെ നല്ല രീതിയിലാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ജനപ്രിയ നടനായി മാറിയ ജയസൂര്യയ്ക്ക് ഇങ്ങനൊരു കേസ് വരുമ്പോൾ അത് പ്രേക്ഷകർ ഇതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഇനി അങ്ങോട്ട് ജയസൂര്യയുടെ സിനിമകൾ അല്ലെങ്കിൽ ജയസൂര്യയുടെ ഭാവി എന്തായിരിക്കും? കത്തനാർ എന്ന ഒരു വലിയ സിനിമയൊക്കെ പിന്നണിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നടക്കുമ്പോഴാണ് ഇങ്ങനൊരു കേസ് വരുന്നതും ഈ ഒരു വലിയൊരു പ്രശ്നം ജയസൂര്യയുടെ മുന്നിൽ എത്തുന്നതും. എന്തായാലും ജാമ്യമില്ലാ കേസാണ്. ഇത് എങ്ങനെ ജയസൂര്യയും കുടുംബവും തരണം ചെയ്യും, കൈകാര്യം ചെയ്യും എന്നുള്ളതൊക്കെ വളരെ വലിയ ഒരു ചർച്ചയായി മാറുകയാണ്.